എന്താ ഇവിടെ? സുന്ദരി, മിസ് യു അച്ഛാ. മിസ് യു ടു മോളെ. അല്ല, അമ്മയും അനിയനും വന്നില്ലേ? നിന്റെ അമ്മയെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ. സമയം നല്ലല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അവനാണെങ്കിൽ കോളേജിലും പോയി. എനിക്ക് എന്റെ പുന്നാര മോളെ ഒന്ന് കാണണം തോന്നി വന്നു. എന്താ, എനിക്ക് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ പാടില്ലേ? എനിക്ക് അച്ഛൻ മാത്രം മതി അച്ഛാ. എന്തൊക്കെയുണ്ട് വിശേഷം അങ്കിൾ? സുഖമായിട്ടിരിക്കുന്നു മോനെ. മോന് സുഖമാണോ? ആ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ആ, വാ അങ്കിൾ, ഇരിക്കങ്ങളെ. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഞാൻ ചെന്ന് കോഫി എടുത്തോണ്ട് വരാം. വെള്ളം മാത്രം മതി മോളെ. ശരി. മോനെ, നീ എന്താ നിക്കുന്നേ? ഇരിക്കേ. അയ്യോ, അത് കുഴപ്പമില്ല. പിന്നെ സിദ്ധു ആൻറ്റിയൊക്കെ നന്നായിട്ടിരിക്കുന്നു അവിടെ? സുഖമായിട്ടിരിക്കുന്നു മോനെ. ഓ, ഓക്കെ ഓക്കെ. എന്നെ മോനെ എന്നൊക്കെ വിളിക്കുന്നതിൽ അങ്കിളിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇങ്ങനെ വിളിക്കുന്നതന്നെ എനിക്കും കംഫർട്ട്. അപ്പോൾ ഓക്കെ. വളരെ നന്ദിയുണ്ട് മോനെ, എൻ്റെ മോളെ കാണാൻ ഇങ്ങോട്ട് വിളിച്ചതിന്. ഞാൻ വരണോ വേണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി. അയ്യോ, എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ? ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാൻ വരാമല്ലോ. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഓ, അപ്പൊ ഇതൊക്കെ സാറിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ? കുട്ടിക്കാലം മുതലേ അവൾ ഭയങ്കര കുസൃതിയായിരുന്നു. പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോ വീടാകെ ഉറങ്ങിപ്പോയതുപോലെ. ഭയങ്കര വീർതിയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ മോനെ? ആ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്കിൾ. ആ, പിന്നെ അങ്കിൾ ഒരു വിഷയം ചോദിച്ചോ മോനെ? ബാലയുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ടാണ് അങ്കിൾ ഇവിടെ വന്നതെന്ന് പറയണ്ട കേട്ടോ. അത് പെർമിഷൻ കൊടുത്ത പോലെ ആവില്ലേ? നിങ്ങൾ തന്നെ ബാലയെ കാണാനായിട്ട് ഇവിടെ വന്ന പോലെ തന്നെ ആയിരിക്കട്ടെ. ശരി മോനെ. ഇതാ അച്ഛാ. എന്താ ഉണ്ടാക്കേണ്ട അച്ഛാ? എനിക്കൊന്നും വേണ്ട മോളെ. നിന്നെ കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു. എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നത് അച്ഛൻ കഴിച്ചേ പറ്റൂ. ആ, കഴിച്ചിട്ട് പോകാം അങ്കിൾ. വേണ്ട മോനെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹലോ, ഇന്ന് ഞാൻ അച്ഛനെ പോകാൻ സമ്മതിക്കില്ല. അമ്മയോട് ഞാൻ സംസാരിക്കാം. മോളെ, പറയുന്നത് കേക്കേ. എനിക്കിപ്പോ വേണ്ട കേട്ടാ. അച്ഛൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. മോനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ. ആക്ച്വലി എനിക്ക് ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവൾക്ക് അറിയില്ല. അറിഞ്ഞാൽ എന്തിനാ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ബഹളം വെക്കും. പാചകം ചെയ്യാൻ ഞാൻ പഠിച്ചു വെച്ചാ. വിശ്വയെ പഠിപ്പിച്ചത്. സുന്ദരി, നീയും സുന്ദരി എന്നാണ് വിളിക്കുന്നത്? അതെ അങ്കിൾ. എന്താ അച്ഛാ? ഞാൻ ഇറങ്ങാം മോളെ. ഒരു കോഫിയെങ്കിലും കുടിച്ചിട്ട് പോകാമല്ലോ. ശരി മോനെ. ആ, കോഫി. ശരി. വിശ്വ, ഒരു പാല് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? സിദ്ധുന്റെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അച്ഛാ? എന്തു പറയാനാ മോളെ, അവനെ വീട്ടിൽ കാണുന്നത് തന്നെ അതിശയവാ. എന്താണോ അവന്റെ ഐഡിയ? +2 ആയില്ല അച്ഛാ. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അച്ഛന്റെ സർജറി ഡേറ്റ് എപ്പോഴാന്ന് പറഞ്ഞോ? ഇതുവരെ ഇല്ല. എന്തോ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. കിട്ടുമ്പോ പറയാം. ഓ. സുന്ദരി, എന്താച്ചാ? ഇവിടെ നിനക്ക് എങ്ങനെയുണ്ട് മോളെ? നന്നായിട്ടൊക്കെ നോക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇതുവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അച്ഛാ. എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയണം, ഞാൻ നോക്കിക്കോളാം. വിശ്വയെ അച്ഛനെ പോലെ തന്നെയാ. ഹീസ് എ ജെന്റിൽമാൻ. സോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ കല്യാണം നടക്കുമ്പോ നീ നല്ല കൺഫ്യൂഷനിലായിരുന്നു. കൺഫ്യൂഷൻ അല്ല അച്ഛാ. വിശ്വ എനിക്ക് സെറ്റ് ആവോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയ പേടിയായിരുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി കാരണം എന്നെ കല്യാണം കഴിപ്പിച്ചതാണ് ഒരു ചെറിയ വിഷമം തോന്നിയത്. വേറെ ഒന്നുമില്ല. ഞാൻ നിന്നെ ധൃതി പിടിച്ച് കെട്ടിച്ചത് എനിക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ടല്ല മോളെ. ഒരു പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിന്റെ ഭാവി എന്താവെന്ന് ചിന്തിച്ചു. അമ്മ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? എനിക്കൊരു കാര്യം മോളോട് പറയാനുള്ളൂ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് വിളിക്കാം, കേട്ടല്ലോ?
അമ്മ എപ്പോഴും എന്നോട് അങ്ങനെ പെരുമാറണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അച്ഛൻ മാത്ര നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്. അമ്മ കടമകളെ കുറിച്ച് പറഞ്ഞു തരും, അച്ഛൻ ധൈര്യമാണ് പകരുന്നത്. രണ്ടും ആവശ്യമുള്ളതാണ്. നീ എന്റെ പുന്നാര മോളല്ലേ. വീട് വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല കാശായി കാണുമല്ലോ. അതെ എങ്കിൽ ഈ ലോകത്ത് നമ്മൾ എവിടെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചിലവാക്കുന്നതിന് എന്താ കുഴപ്പം? സ്ത്രീധനമായിട്ട് നിന്റെ അച്ഛൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കേ, ഞാൻ കൂടെ ഉണ്ടാവും. ശരി അങ്കിൾ. പിന്നെ അങ്കിളിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ മടിയൊന്നും കാണിക്കണ്ട കേട്ടോ. ഞാനും എന്തിനും എപ്പോഴും ഉണ്ടാവും. എന്റെ സർജറിക്ക് ശേഷം എന്തെങ്കിലും പറ്റിയാൽ സുന്ദരിക്ക് തുണയായിട്ട് നീ മാത്രമേ ഉള്ളൂ മോനെ. അയ്യോ അങ്കിൾ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്കിൾ പേടിക്കണ്ട. സുന്ദരി നോക്കണം. ഞാൻ നോക്കിക്കോളാം അങ്കിൾ. എന്താ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നേ? ഇതെന്താ അച്ഛാ? ഞാൻ പോയതിനു ശേഷം നോക്കിയാൽ മതി. നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യ. ശരി. ഹാപ്പി ആയിട്ടിരിക്കേ. പോയിട്ട് വരാം മോനെ. ശരി അങ്കിൾ. ബൈ അച്ഛാ. ബൈ മോളെ. താങ്ക്സ് ഫോർ ദ സർപ്രൈസ്. ഓൾവേസ് അറ്റ് യുവർ സർവീസ്. നീ എന്താ പല ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇതെന്ത് ഗിഫ്റ്റ് ആയിരിക്കും ആലോചിക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുന്നേ. എന്താ അത്, നമ്മുടെ കല്യാണാൽബമാണോ? അല്ല, ഇതെന്റെ കുട്ടിക്കാലത്തെ ആൽബമാ. ഓ അങ്ങനെയാണോ? ഞാനും നോക്കട്ടെ അത്. വാ ഇരിക്ക്. ഇത് കൊണ്ടുവരുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെ? ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞ് പല സ്ഥലത്തേക്കും പോവാറുണ്ട്. എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് നേരമൊന്നും കിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ അച്ഛനെ ഓർത്ത് കരഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാണ്ട് അമ്മയെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പൊ അച്ഛൻ എനിക്ക് ഈ ഫോട്ടോ ആൽബം തന്നിട്ട് ഇതിലെ ഓരോ ഫോട്ടോസിനും ഓരോ ബാക്ക് സ്റ്റോറി പറയും. പിന്നെ അച്ഛനെ മിസ് ചെയ്യുമ്പോഴൊക്കെ ഇതിലെ ഫോട്ടോസ് നോക്കിയിരുന്ന സമയം തീർക്കും. ആ സമയത്ത് വല്ല ഈവന്റ് നടന്ന അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അച്ഛൻ വന്നതിന് ശേഷം ആ ബാക്ക് സ്റ്റോറി ഞാൻ അച്ഛനെ പറഞ്ഞു കേൾപ്പിക്കും. ഇത് വെറും ഫോട്ടോ ആൽബം അല്ല വിശ്വ, ഇതൊരു സ്റ്റോറി ബുക്കാ. ദാറ്റ് കണക്ട്സ് മീ ടു മൈ ഡാഡ്. വരുമ്പോ തന്നെ ഇത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നുപോയി. ഇപ്പൊ അച്ഛൻ തന്നെ അത് കൊണ്ടുവന്ന് തന്നു. പെട്ടെന്ന് തന്നെ തുറക്കാം. ഏയ് കുട്ടി ബാല ത്രിപുര സുന്ദരി. ഇത് ഞാൻ 8 months ഉള്ളപ്പോ എടുത്തതാ. ഓ ഈ ഫോട്ടോയ്ക്കകത്ത് നിന്റെ മുടി കാണാൻ എന്ത് രസാ നോക്ക്. ഇപ്പോഴും നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ച് കളർ മാറിയിട്ടുണ്ട്. രണ്ടും നന്നായിട്ടുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞ. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്താ ഞാൻ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചത്. എന്റെ കരച്ചില് കേട്ട് സഹിക്കാൻ പറ്റാണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ തിരിച്ചു പോകുമ്പോ അയാളെ പിടിച്ച് നിർത്തി എന്റെ കരച്ചില് നിന്നതിന് ശേഷമാണ് അത്ര ഈ ഫോട്ടോ എടുത്തത്. അതുകൊണ്ടാന്ന് തോന്നുന്നു ലൈറ്റായിട്ട് കണ്ണിൽ വെള്ളമുണ്ടല്ലേ. അതെ അതെ. ഇത് ഞാൻ മൊട്ടയടിച്ചപ്പോ എടുത്ത ഫോട്ടോയാ. അച്ഛൻ എന്നോട് പറഞ്ഞു മൊട്ടയടിക്കുന്നവരെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കായിരുന്നു എന്ന്. പക്ഷെ മൊട്ടയടിച്ചതിന് ശേഷം ഞാൻ തന്നെ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് എന്റെ മുടി തിരിച്ചു വേണം, ഒട്ടിച്ചു താന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഇത് എപ്പോഴും എന്നോട് പറഞ്ഞു പറഞ്ഞ് അച്ഛൻ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു.
ഇതെനിക്ക് 1 വയസ്സുള്ളപ്പോ എടുത്തതാ. ഈ ഫോട്ടോ എടുക്കുമ്പോൾ നിന്നെ ആരും കരയിപ്പിച്ചില്ലേ? വളരെ ഹാപ്പിയാണല്ലോ. ഇത് ജസ്റ്റ് 11 ഡേയ്സ് ഉള്ളപ്പോ എടുത്ത ഫോട്ടോയാ, എന്റെ വല്യമ്മയുടെ കൂടെ. ദേ ഇത് കണ്ടില്ലേ, ഈ ഫോട്ടോയിലും ഞാൻ കരയുന്നുണ്ടാവില്ല. നന്നായിട്ടുണ്ടല്ലേ? കണ്ടോണ്ടല്ലേ അപ്പോഴേ പിശാചിനൊക്കെ ഭയങ്കര സൗന്ദര്യല്ലേ, കാണാൻ കൊള്ളാല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കാണിക്കില്ല, പോ. ഇല്ല ഞാൻ പറയത്തില്ല. ഇതിന്റെ ഫസ്റ്റ് ടൈം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ എടുത്ത ഫോട്ടോയാ, നന്നായിട്ടുണ്ടല്ലേ? ഏഞ്ചലിനെ പോലെ ഉണ്ട്. ഇതെന്റെ അനിയന്റെ കൂടെ എടുത്തതാ. ഇത്രയും കണ്ടാ മതി. എന്തു പറ്റി? ഇനി ഫോട്ടോസ് ഉണ്ടല്ലോ. സാരല്ല, ഇന്ന് ഇത്രയും മതി. ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കണമെന്നല്ലേ ഞാൻ പറയുന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കാണണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ വിശ്വ? നോക്കണമെന്നല്ലേ പറഞ്ഞ. ഇതിനാണ് നീ പറഞ്ഞ നോക്കണ്ട പറഞ്ഞോണ്ടിരുന്നേ. വിശ്വ ഫോട്ടോ ഇങ്ങോട്ട് തരുന്നുണ്ടോ? വിശ്വ ഞാൻ മര്യാദയ്ക്കാ പറയുന്നത്, എന്റെ ഫോട്ടോ ഇങ്ങതാ. ഞാനൊരു പ്രാവശ്യം കണ്ടിട്ട് തരാടോ. നീ അത് കാണരുത് വിശ്വ. അതൊന്നും കുഴപ്പമില്ല, ചെറിയ വയസ്സിൽ ഫോട്ടോ അല്ലേ, ഞാൻ ഒന്ന് കണ്ടിട്ട് തരാന്നേ. തരാനല്ല പറഞ്ഞേ. ഇപ്പൊ എടുത്തോ. വിശ്വ തരാനല്ല പറഞ്ഞേ. തരാനല്ല പറഞ്ഞേ. വേണ്ട പറഞ്ഞ. നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കണമെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്താലും ഈ ഫോട്ടോ തരത്തേയില്ല. ഉറപ്പായി നീ തരും. പറഞ്ഞില്ലേ നീ തന്നെ തരുമെന്ന്. ഇനി ആ ഫോട്ടോ ആർക്ക് വേണം? എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ എന്റെ വീട്ടുകാർക്കല്ലാണ്ട് മറ്റൊരാൾക്ക് ഞാൻ കിസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ ഫസ്റ്റ് ടൈം കിട്ടുന്ന ഫീല് വളരെ സ്പെഷ്യലാ. ആ ഫീൽ ഇന്ന് എന്റെ ഭർത്താവിന് കിട്ടി. എന്റെ ഭർത്താവിന്റെ അടുത്ത് ആ ഫസ്റ്റ് കിസ് കിട്ടാൻ എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആളുടെ ധൃതി കാണുമ്പോ എത്രയും പെട്ടെന്ന് കിട്ടാനാണ് സാധ്യത. എന്റെ ലൈഫിലെ മറ്റുള്ള ഡേയ്സിനെക്കാളും ലാസ്റ്റ് 2 ഡേയ്സ് വളരെ സ്പെഷ്യലായിരുന്നു. ബിയറ് കുടിച്ചു, പിന്നെ അത് കുടിക്കരുതെന്ന് തീരുമാനിച്ചു. എന്റെ അച്ഛനെ കണ്ടു, എന്റെ ഭർത്താവിന് ആദ്യമായിട്ട് കിസ് ചെയ്തു. ശരിക്കും പറഞ്ഞാ ഞാനായിട്ടിരിക്കാൻ തന്നെ ട്രൈ ചെയ്തു. ഒരു വിധത്തില് കല്യാണം കഴിച്ചത് റൈറ്റ് ഡിസിഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പെണ്ണിന് ഇതുപോലത്തെ മാരേജും ഇതുപോലത്തെ ഹസ്ബൻഡ് അല്ലാണ്ട് വേറെന്താ ആഗ്രഹിക്കുക? ഐ തിങ്ക് ഐ എം ലക്കി. താങ്ക് യു സോ മച്ച് അച്ഛാ. പറയടാ. കൃഷ്ണ, എന്റെ കെട്ടിയോൾ എനിക്ക് ഉമ്മ തന്നടാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി, ഇതൊക്കെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? എന്തൊരു വൃത്തിയിട്ടാമരാ. അല്ല, അത് പിന്നെ ഞങ്ങള്. എഴുന്നേറ്റ് പോടാ പുറത്ത്. കൃഷ്ണ, നീ അവിടെ ഉണ്ടോ?
എന്താടാ നിന്റെ പറച്ചിൽ കേട്ടാത്തോന്നും എന്തോ വലിയ നിധി കിട്ടിയെന്ന്. എക്സൈറ്റ്മെന്റ് അളിയാ, അതാ സൗണ്ട് ആയി പോയത്. നിന്റെ എക്സൈറ്റ്മെന്റ് മടക്കി. എന്താണ് ഒരു ഗുഡ് ന്യൂസ് പറയുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എന്റെ ഭാര്യ എനിക്ക് ഉമ്മയൊക്കെ തരാറുണ്ട് എന്ന് വെച്ച് ഞാനത് പറഞ്ഞു നടക്കണോ? ഇത് അതൊന്നും അല്ലടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പരിപ്പ് കറി ഉണ്ടാക്കാൻ നിന്റെ കയ്യിൽ വല്ല റെസിപ്പി ഉണ്ടോ? നിന്റെ അടുത്ത് പറഞ്ഞു തന്നെ വേശാപ്പല്ലോ. നീ ഇനി എനിക്ക് ഫോൺ ചെയ്ത് ഞാൻ നിന്നോട് മിണ്ടവും വരത്തില്ല. ഇടാ അളിയ അതല്ല ഇടാ. കട്ട് ചെയ്തോ? എല്ലാത്തിനും ആക്രാന്തം ഇവന്. അതെ, പരിപ്പ് കറി ഉണ്ടാക്കുന്നില്ലേ? ആ മിക്കവാറും എന്റെ അന്തി ഇവളുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. എന്താ എന്താ പറഞ്ഞത്? ഒന്നുമില്ലടി, നീ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ കുക്ക് ചെയ്തോളാം. നിനക്ക് വെറും പരിപ്പ് മതിയോ അതല്ല ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ അങ്ങനെ വേണോ? അങ്ങനെയാണെങ്കിൽ ഇന്നെന്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് തോന്നല്ലോ ദൈവമേ. ഓ ഹലോ, മാറ്റിയത് ഒരു പെല്ലോ മാത്രം. അതിന് ഇനിയും സമയമുണ്ട്. അത്രയാണല്ലോ. നീ എന്താണാവോ വിചാരിച്ചേ? ഇല്ല 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 ഇല്ല, അങ്ങനൊന്നുമില്ല. നീ വീക്കെൻഡിൽ കുളിക്കാറൊന്നുമില്ലേ? ഇല്ല, സൺഡേ മൊത്തത്തിൽ ഹോളിഡേ ആണല്ലോ, അതുകൊണ്ട് കുളിക്കുന്നതിന് ഒരു ഹോളിഡേ കൊടുത്തു ഞാൻ. എന്നും പറഞ്ഞ് എനിക്ക് എന്റെ മൂക്കിന് ഹോളിഡേ കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തൊരു സ്മെല്ലാന്നറിയോ? ഓക്കെ. സൈക്കോ സുരേഷോ? ഡാ വിശ്വ, നീ എവിടെയാ ഉള്ളേ? ഇന്ന് സിന്ധുവിന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ. നീ കല്യാണത്തിനൊന്ന് എന്തെങ്കിലും അലമ്പുണ്ടാക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. ഹലോ, ഇതെന്താ ലേഡീസ് വോയിസ് ആണല്ലോ. ഹലോ, ഞാൻ വിശ്വയുടെ വൈഫാ സംസാരിക്കുന്നത്. വിശ്വ കുളിച്ചോണ്ടിരിക്കുക. വിശ്വത്തിന് കല്യാണം എന്നോ? പറഞ്ഞില്ലല്ലോ. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ ജീവിതം കൂടെ പോയി കിട്ടി. വിശ്വ, ആരായി സിന്ധു? സിദ്ധു? സിദ്ധു അല്ല, സിന്ധു.